സഖാവ് എം കെ പുരുഷോത്തമൻ ജില്ലാതല അനുസ്മരണം നായരമ്പലം മംഗലി ഓഡിറ്റോറിയത്തിൽ KSKTU ജില്ലാ സെക്രട്ടറി സഖാവ് TC ഷിബു ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ പ്രസിഡന്റ് സഖാവ് KP അശോകൻ അധ്യക്ഷനായി. KSKTU ഏരിയ സെക്രട്ടറി സഖാവ് MP ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു. സഖാവ് KK ജോഷി നന്ദിയും പറഞ്ഞു. സഖാക്കൾ MP പ്രനിൽ, KK ബാബു, CK വർഗീസ്, PV ലൂയിസ് എന്നിവർ സംസാരിച്ചു. KSKTU വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻകരയിലെ കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ SLC+2 ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെയും MBBS പാസ്സായ വിദ്യാർത്ഥിയെയും അനുമോദിച്ചു. മുതിർന്ന കർഷക തൊഴിലാളികളെയും ആദരിച്ചു. ഒക്ടോബർ മാസം നമ്മളെ വിട്ടുപിരിഞ്ഞ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വവുമൊക്കെയായിരുന്നു സഹോദരൻ കെ ശിവരാജൻ. ഞാൻ പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പുള്ളിക്കകത്ത് ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് സംസാരിക്കുന്ന ആ നിമിഷം ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ആ സമയത്തും സദാവുണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള വിഷയം ഉള്ളതെന്ന് ആ സമയത്ത് പോലും സമ്പൂർണമായി ഞങ്ങൾ ശിവരാജ് സാറാണ് ആ സഖാവിനെ പിണങ്ങാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള സഖാവ് എം കെ ശിവരാജൻ കാണുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യം, ആരോഗ്യം ശ്രദ്ധിക്കണം, ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയാൽ സഖാവ് മരുന്ന് കഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന സഖാവായിരുന്നു. കാരണം കിട്ടുന്ന സമയം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. പുരുഷോത്തമന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. എനിക്ക് പുരുഷോത്തമനുമായി നേരിട്ട് പരിചയമുണ്ടാകുന്നത് ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിലെ പ്രഥമ ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ചപ്പോൾ ഇവിടെ നിന്നുള്ളൊരു പ്രതിനിധിയായി സഖാവ് പുരുഷോത്തമനും ഞാൻ താമസിക്കുന്ന ഉദയംപേരൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും ഒരു പ്രതിനിധിയായി എറണാകുളം ജില്ലാ കൗൺസിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നെങ്കിലും വളരെ അടുത്ത് ഇടപഴകാനുള്ള അവസരം ലഭിച്ചത് ആ കാലത്താണ്. അന്നു മുതൽ സഖാവ് പിന്നീട് MLA ഒക്കെയായി പ്രവർത്തിക്കുന്ന കാലത്തും ഒക്കെ അടുത്ത ബന്ധം സഖാവ് പുരുഷോത്തമനുമായി പുലർത്താനായിട്ട് എനിക്ക് അവസരമുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം നേടി വിദ്യാർത്ഥി യുവജന രംഗങ്ങളിലെ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, കർഷക തൊഴിലാളി പ്രസ്ഥാനം ഈ ജില്ലയിൽ കരുത്തുറ്റ ഒരു പ്രസ്ഥാനമായി വളർത്തുന്നതിലും കർഷക തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളിലും പോരാട്ടങ്ങളിലും പങ്കെടുത്തുകൊണ്ടാണ് പുരുഷോത്തമൻ ഒരു ജനകീയ നേതാവായി വളർന്നത്. മാറി മാറിയാണ് നമ്മൾ ഈ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് ഇതുവരെയുള്ള അനുസ്മരണ പരിപാടികൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ വർഷം നമ്മൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ സഖാവിൻ്റെ ജന്മസ്ഥലം കൂടിയായ വൈപ്പിൻകരയിൽ തന്നെ ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് നമ്മൾ ആലോചിച്ചത്. വൈകിട്ട് പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രകടനവും പൊതുസമ്മേളനവുമെല്ലാം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പോലെ ഇന്നും സ്വാഭാവികമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളികൾ എന്ന നിലയിൽ ഈ വർഷം
ഇവിടെ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിവിടെ എത്തിയത്. പ്രിയപ്പെട്ട സഹാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ ആരംഭിക്കുന്ന മുതിർന്ന കർഷക തൊഴിലാളി സഹാക്കളെ, സഹോദരയുടെ 14ാമത് അനുസ്മരണ സമ്മേളനം സഹോദരങ്ങളെ വേർതിരിച്ചിട്ട് 2013 ജൂൺ 10-ാം തീയതിയാണ് സഹോദരങ്ങളെ വിടപറയുന്നത്. ഇടങ്ങൾക്കാട് ഒരു സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച സഖാവ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി അംഗമായും PTAസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും എല്ലാം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായും എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള സഖാവാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയായാലും പട്ടികജാതി ക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങളായാലും പൊതുപ്രവർത്തനങ്ങളായാലും എല്ലാം നമ്മുടെ വൈപ്പിക്കര കരുത്തൽ ജില്ലയിലുമെല്ലാം നിന്ന് ഒന്നായും പ്രവർത്തിച്ച് സജീവമായി ഇടപെട്ട് സാധാരണക്കാരുടെ ഇടയിൽ ഒരാളായി നിന്ന് പ്രവർത്തിച്ചിരുന്ന സഖാവ് നല്ലൊരു പാർലമെന്ററി കൂടിയായിരുന്നു. നമുക്കറിയാം, ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ ജില്ലാ പഞ്ചായത്തിലുമായി നിയമസഭാ സാമാജികനായിട്ടും എല്ലാം പ്രവർത്തിച്ച് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള സഖാവ് കൂടിയാണ്. സംഘടനാ രംഗത്തും പാർലമെന്റ് രംഗത്തും എല്ലാം തന്നെ സജ്ജമായി പ്രവർത്തിച്ച സഖാവ് വൈപ്പിക്കരയുടെ ജനമനസ്സുകളിൽ വളരെ ഇടം നേടിയിരുന്നു. നമുക്കറിയാം, നമ്മുടെ വൈപ്പിക്കരയുടെ പ്രധാനപ്പെട്ട പാലങ്ങളെല്ലാം സഖാവിൻ്റെ കാലഘട്ടത്തിലാണ് പുനർനിർമ്മിച്ച് ഉള്ള സൗകര്യത്തോടു കൂടിയുള്ള രീതിയിലുള്ള പാലം എല്ലാം നിർമ്മിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.